ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന എന്തെങ്കിലും നമ്മുടെ കൂടെ എക്സാം എഴുതാൻ പോകുന്ന ഒരാളിരുന്ന് പഠിക്കുകയായിരിക്കും. അതോർത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇത് ജൂലൈ 24 കറണ്ട് അഫയേഴ്സാണ്. ഇത് ഞാൻ അഫയേഴ്സ് ക്ലൗഡിൽ നിന്നും IBPS KD നിന്നുമാണ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അവസാനത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. അവസാനത്തെ പോയിന്റ് എന്താണ്? ദ ഹീറോ ഇന്ത്യൻ ലീഗ് ജോയിൻസ് WLF, ദ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ്സ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലീഗ് ഫ്രം സൗത്ത് ഏഷ്യ ആൻഡ് 7th ഇൻ ഏഷ്യ ടു ജോയിൻ WLF. ഏതായിരുന്നു? ഹീറോ ഇന്ത്യൻ ലീഗാണ്. ഇന്ത്യ ടാർഗറ്റഡ് ടു റീച്ച് 50th സ്പോട്ട് ഇൻ വേൾഡ് ബാങ്ക്സ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇപ്പോൾ എത്രാമത്തെ സ്ഥാനത്താണ്? 63rd ആണ്. എത്രയാണ് ടാർഗറ്റ്? 50th. ഇനി ഫോം 26 AS was revised by CBDT to enhance the flow of information between the taxpayers and tax authorities. ഏത് ഫോമായിരുന്നു? ഫോം 26 AS ആണ് റിവൈസ് ചെയ്തത്. അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് മുമ്പത്തതും ഇപ്പോഴത്തതും എന്താണെന്ന് വെച്ചാൽ, ഫോമ വിൽ ഓൾസോ റിഫ്ലക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ടേഴ്സ്. SFT എന്നാണ് പറയുന്നത്, സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ടേഴ്സ്. ജിതേന്ദ്ര സിംഗ് launched the restructured scheme for PM's Awards for Excellence in Public Administration 2020. This year, for the first time, it seeks to recognize the efforts of district-level officials involved in Namami Ganga project. അപ്പം ജിതേന്ദ്ര സിംഗ് ആണ്. He relaunched the restructured schemes of PM's Awards for Excellence in Public Administration 2020. China launches Taiwan 1 Mars rover mission in Long March 5 rocket from Wencheng Satellite Launch Center. ചൈനയാണ് ലോഞ്ചസ് തൈവാൻ 1 മാസ് റോവർ മിഷൻ. ഇതിൽ UAE ഹോപ്പ് എന്ന് ഇട്ടേക്കുന്നത് UAEയുടെ മാസ് മിഷൻ ആയിരുന്നു ഹോപ്പ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് ആദ്യത്തെ അറബ് കൺട്രിയാണ് ഇങ്ങനെ ഒരു മാസ് മിഷനിൽ ഇൻവോൾവ് ആവുന്നത്. NSRCEL, ദ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നൊവേഷൻ ഹബ് അറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂർ ലോഞ്ചസ് വുമൺ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം. ഏതായിരുന്നു? NSRCEL. എയിംസ് നാഗ്പൂർ ഡെവലപ്പ് സ്മാർട്ട് ബാൻഡ് ടു മോണിറ്റർ COVID-19 പേഷ്യൻസ്. ഏതാണ്? എയിംസ് നാഗ്പൂർ സ്മാർട്ട് റിസ്റ്റ് ബാൻഡ് യൂസ് ചെയ്യുന്നത് ജിയോ ഫെൻസിങ് ടെക്നോളജിയാണ്. ഏത് ടെക്നോളജിയാണ്? ജിയോ ഫെൻസിങ് ടെക്നോളജിയാണ്. ജാസ് സിംഗർ ആനി റോസ് പാസ്ഡ് അവേ. 60% of India's installed capacity of electricity generation will be from renewable sources by 2030. As per estimation of Power and New Renewable Energy, Minister of State in charge രാജ്കുമാർ സിംഗ്. എത്ര പെർസെൻറ്റേജ് ആണ്? 60%. ഇത് പറയുന്നത് ETC പബ്ലിഷ് ചെയ്തൊരു റിപ്പോർട്ട് പ്രകാരമാണ്. ആ റിപ്പോർട്ടിൻ്റെ പേരാണ് റിന്യൂവബിൾ പവർ പാത്വേസ് മോഡലിംഗ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് വിൻഡ് ആൻഡ് സോളാർ ഇൻ ഇന്ത്യ ബൈ 2030. ഇന്ത്യ ആൻഡ് മാലദ്വീപ്സ് ഇങ്ക് എഗ്രിമെൻറ്റ് ടു സെറ്റ് അപ്പ് ഗെയ്ഡോഷു മാസ് പ്ലാന്റ് നെയ്ബർഹുഡ് ഫിഷ് പ്രോസസ്സിംഗ് പ്ലാന്റ് അറ്റ് ഐലൻഡ്സ് നെയ്മഡ് മരദോ ആൻഡ് ആമസോൺ പേ ടൈസ് അപ്പ് വിത്ത് അക്കോ ടു ഓഫർ വെഹിക്കിൾ ഇൻഷുറൻസ്. ആമസോൺ പേയുടെ ഹെഡ് ക്വാർട്ടർ സിയാറ്റിലാണ്, വാഷിംഗ്ടൺ USA. MD ആൻഡ് CEO എന്ന് പറയുന്നത് മഹേന്ദ്ര നെരൂർക്കാറാണ്. ആമസോൺ പേ ആരുമായിട്ടാണ് ടൈപ്പ് ചെയ്തത്? അക്കോയുമായിട്ടാണ്, വെഹിക്കിൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. NHPC സൈൻഡ് വിത്ത് ഗ്രീൻ എനർജി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഒഡീഷ ലിമിറ്റഡ് ടു ഡെവലപ്പ് ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്രോജക്റ്റ് ഇൻ ഒഡീഷ. NHPCയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഫരീദാബാദ്, ഹരിയാനയിലാണ്. ചെയർമാൻ ആൻഡ് MD എന്ന് പറയുന്നത് അഭയ് കുമാർ സിംഗ് ആണ്. Amuda appointed as Joint Secretary of Prime Minister's Office. Amuda appointed as Joint Secretary of Prime Minister's Office. Mukesh Ambani, 5th richest man in the world as per real-time billionaires list by Forbes magazine. ടോപ്പ് എല്ലാ ഇത്തപ്പണത്തെ പോലെ ആമസോണിലെ ജെഫ് ബെസോസ് ആണ്. മുകേഷ് അംബാനി 5th richest person. Reliance ranked 48 in most valued firms globally. It is the first company with market capitalization over 13 lakh crore. ടോപ്പ് ഇൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏതാണ്? സൗദി അരാംകോയാണ്. റിലയൻസ് അതിൽ 10th പൊസിഷനിലാണ്. മാർക്ക് ഹോണിങ്സ് ബോം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഹിസ്റ്റോറിയൻ എഴുതിയ ബുക്കാണ് ദി പാൻഡമിക് സെഞ്ചുറി. എന്താണ് ബുക്കിൻ്റെ പേര്? ദി പാൻഡമിക് സെഞ്ചുറി. ഭാരതി അക്സ ജനറൽ ഇൻഷുറൻസ് റിസീവ്സ് 800 crore വർത്ത് ക്രോപ്പ് ഇൻഷുറൻസ് മാൻഡേറ്റ് ഫ്രം മഹാരാഷ്ട്ര ആൻഡ് കർണാടക അണ്ടർ പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. ഭാരതി അക്സ ജനറൽ ഇൻഷുറൻസ് റിസീവ് 800 crore വർത്ത് crop insurance mandate from Maharashtra and Karnataka and Pradhan Mantri Fasal Bima Yojana. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കവറാണ് എഗൻസ്റ്റ് ലോസസ് ഓഫ് ക്രോപ്സ് ഡ്യൂറിംഗ് ദ എൻറ്റയർ സൈക്കിൾ ഓഫ് ഫാമിംഗ്. ഇനി ഭാരതി അക്സ ജനറൽ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈയിലാണ്. അതിൻ്റെ CEO ആണ് സഞ്ജീവ് ശ്രീനിവാസൻ.
ഇനി SBM Bank of India, Encash, Yap and RuPay joined hands together to launch SBM Encash RuPay ബിസിനസ് കാർഡ്. ഇതിൽ SBM ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? പോർട്ട് ലൂയിസിലാണ്, മൗറീഷ്യസിലാണ്. മുത്തൂറ്റ് ഫിൻകോഡ് ലോഞ്ചസ് റീസ്റ്റാർട്ട് ഇന്ത്യ പോർട്ടൽ. റീസ്റ്റാർട്ട് ഇന്ത്യ പോർട്ടൽ ആരാണ് ലോഞ്ച് ചെയ്തത്? മുത്തൂറ്റ് ഇന്ത്യയാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? കൊച്ചിയിലാണ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? MSME സെക്ടറിന് വേണ്ടിയിട്ടായിരുന്നു. NTPC floats a tender to acquire 1 gigawatt operational solar power projects around 5,000 crore by 2030 to 32 gigawatt capacity through renewable energy sources എന്നാണ് അവർ പറയുന്നത്. ഏത് കമ്പനിയാണ്? NTPC ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. വൺ സ്റ്റോപ്പ് ഷോപ്പ് സ്കീം എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതെന്ന് പറയുന്നത് ടു ഫാസ്റ്റ് ട്രാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് എബോ 10 crore rupees. ഇപ്പം രാജസ്ഥാൻ ന്യൂസിലുള്ളത് കൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. CM അശോക് ഗെഹ്ലോട്ടാണ്. ഗവർണർ കൽരാജ് മിശ്രയാണ്. ക്യാപിറ്റൽ ജയ്പൂറാണ്. എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്റ്റർ പ്രകാശ് ജാവ്ദേക്കർ വെർച്വലി ലോഞ്ച്ഡ് പൈലറ്റിംഗ് ഓഫ് നാഷണൽ ട്രാൻസിറ്റ് പാസ് സിസ്റ്റം ഇൻ ഡൽഹി. അദ്ദേഹത്തിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദി ഫസ്റ്റ് എവർ കണ്ടെയ്നർ കാർഗോ ഫ്രം കൊൽക്കത്ത വയ ചിറ്റലോർ പോർട്ട് ഹാസ് റീച്ച്ഡ് അഗർത്തല. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ മറ്റൊരു രാജ്യത്തിൽ കൂടെ നമ്മുടെ ഒരു കണ്ടെയ്നർ ഷിപ്പ് വരുന്നത്. അതിൻ്റെ പേരാണ് MV ഷെജിയോട്ടി. ദി ഫസ്റ്റ് എവർ കണ്ടെയ്നർ കാർഗോ ഫ്രം കൊൽക്കത്ത വയ ചിറ്റലോർ പോർട്ട് ബംഗ്ലാദേശ് ഹാസ് റീച്ച്ഡ് അഗർത്തല. അത് ഏത് ഷിപ്പായിരുന്നു? MV ഷെജിയോട്ടി. ഫിനാൻസ് മിനിസ്ട്രി അനൗൺസ്ഡ് 8767 crore for സ്വാമിത് to ensure the completion of 60,000 hours. സ്വാമിത്തിൻ്റെ ഫുൾ ഫോമാണ് സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡ് ഇൻകം ഹൗസിംഗ്. സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡ് ഇൻകം ഹൗസിംഗ്. എത്ര രൂപയായിരുന്നു? 8767 crore. നിക്കാർഗുവ ടു സൈൻ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. 87th കൺട്രിയാണ്. ISAയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഗുരുഗ്രാം, ഹരിയാനയിലാണ്. ഇപ്പോൾ നിക്കാർഗുവയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മനഗുവയാണ്. കറൻസി കോർഡോബിയയാണ്. ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ ടു ബംഗ്ലാദേശ് റിവ ഗാംഗുലി ദാസ് ഇനോഗ്രേറ്റഡ് സയൻസ് ബ്ലോക്ക് ബിൽഡിംഗ് ഇൻ ആലിപൂർ റഹ്മാനിയ സ്കൂൾ ആൻഡ് കോളേജ് ഇൻ ചറ്റോഗ്രാം. ഇനി ഇന്ത്യയിലെ DRDO സയൻറ്റിസ്റ്റും ഇസ്രായേലിലെ ഡിഫൻസ് റിസർച്ച് വിംഗ് സയൻറ്റിസ്റ്റും ജോയിൻലി ഡെവലപ്പ് അൾട്രാ റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റ് ഫോർ COVID-19. അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് 30 സെക്കൻഡിൽ തന്നെ കിട്ടും. ഇവരെന്ന് പറയുന്ന കോവിഡ് വാക്സിൻ്റെ ഒരു കൺസോർട്ടിയം ഓഫ് സയൻറ്റിസ്റ്റിലെ മെമ്പേഴ്സാണ് ഈ ഇന്ത്യയും ഇസ്രായേലും എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതാന്യാഹു ആണ്. ക്യാപിറ്റൽ ജെറുസലേമാണ്. കറൻസി ഷെക്കലാണ്. ജൂലൈ 23 എന്ന് പറയുന്നത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. ജൂലൈ 24 എന്ന് പറയുന്നത് നാഷണൽ തെർമൽ എഞ്ചിനീയർ ഡേ ആണ്. പ്രൈം മിനിസ്റ്റർ മോദി ലേറ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ 3054 crore മണിപ്പൂർ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഇൻ ഇംഫാൽ. മണിപ്പൂർ വാട്ടർ സപ്ലൈ പ്രോജക്റ്റിന് എത്ര രൂപയാണ്? 3054 കോടിയാണ്. ക്യാപിറ്റൽ ഇംഫാലാണ്. ബൈരൻ സിംഗ് ആണ് അവിടുത്തെ CM. ഗവർണർ നജ്മ ഹെപ്തുള്ളയാണ്. പിന്നെ ഇന്നലെ ഞാൻ ആസാമിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ആസാമിൻ്റെ ഫ്ലഡ് റിലീഫിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് 346 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.